പട്ടികജാതിവർഗ പിന്നാക്കക്ഷേമ വകുപ്പിന് ലഭിക്കേണ്ട ഫണ്ട് 25% LDF സർക്കാർ വെട്ടിക്കുറച്ചെന്ന് മന്ത്രി കെ.എ. തുളസി. കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ വെള്ള ഈശ്വരന്റെ 108ാം ജന്മവാർഷിക സമ്മേളനം വടക്കഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ഫണ്ടുകൾ വകമാറ്റി ചിലവഴിക്കുകയും ചെയ്തു. മന്ത്രിയായ ശേഷം 1 മാസം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വിവാദമുണ്ടാകുന്നതിനാൽ അക്കാര്യം പറയുന്നില്ല. പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. വലിയൊരു വകുപ്പായതിനാൽ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വികസനം താഴെത്തട്ടിലേക്ക് എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പട്ടികജാതി വകുപ്പ്, പട്ടികവർഗ വകുപ്പ്, പിന്നോക്ക വകുപ്പ്, ഈ 3 വകുപ്പുകളാണ് എനിക്ക് കൈകാര്യം ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് തുടക്കത്തിലുള്ള 1 മാസം നിലവിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനും എവിടെയൊക്കെ എന്തൊക്കെ പോരായ്മകളുണ്ട്, ആളുകളിലേക്ക് എന്തുകൊണ്ടാണ് നമ്മൾ കടലാസിൽ നോക്കുമ്പോൾ കോടികളുടെ ഒഴുക്കുണ്ട്, പക്ഷേ ഇതിൻ്റെ പ്രയോജനം എന്തുകൊണ്ടാണ് താഴെത്തട്ടിലേക്ക് എത്താത്തത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ 1 മാസം സത്യത്തിൽ ചെലവഴിച്ചത്. അപ്പം അതിൽ നമുക്ക് കണ്ട കാര്യങ്ങൾ എനിക്ക് മൈക്കിലൂടെ പറയാൻ കഴിയുന്നതല്ല. കാരണം പിന്നെ മന്ത്രി അത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് വിവാദം ഉണ്ടാവും. അപ്പോൾ വിവാദത്തിനൊന്നും നമുക്ക് ആഗ്രഹമില്ല. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പോരായ്മകൾ അത് അടിയന്തരമായിട്ട് പരിഹരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നമുക്കുണ്ട്. കാരണം ഈ നമ്മൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികളും പ്രഖ്യാപിക്കുന്ന തുകയും ഒക്കെ ഏത് വിഭാഗത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ചെലവഴിക്കുന്നത്, അത് വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സാധാരണക്കാർക്ക് എത്തിപ്പെട്ടോ, അവരുടെ കൈകളിലേക്ക് എത്തിയോ, അവരുടെ വീട്ടിലേക്ക് എത്തിയോ, അവരുടെ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്തിയോ എന്നൊക്കെ, ചികിത്സയ്ക്ക് പണം കിട്ടിയോ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ 100% അതിലേക്ക് വിജയത്തിലേക്ക് ഒറ്റയടിക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇതൊരു ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ വകുപ്പിൻ്റെ ഭാഗമായിട്ട് വിവിധ ജില്ലകളിലുണ്ട്, ബ്ലോക്കിലുണ്ട്, താഴെത്തട്ടിലുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഒരു സർക്കാർ മാറി സർക്കാരിൻ്റെ നയം എന്താണ്, ആ നയത്തിനനുസരിച്ച് നിൽക്കണം എന്നുള്ളത് എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തിയാൽ കർശനമായിട്ടുള്ള നടപടികളുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോകും. കാരണം അങ്ങനെ മുന്നോട്ട് പോയാലേ നമുക്കിത് കൃത്യമായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ബ്ലോക്ക് ദളിത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി മണി അധ്യക്ഷനായി. മുൻമന്ത്രി വി.സി. കബീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്മാരക നിർമ്മാണ സമ്മതപത്രം ട്രസ്റ്റ് രക്ഷാധികാരി ഡോക്ടർ ടി.കെ. കുട്ടമണിയും നൽകി. KPCC മെമ്പർ സി. പ്രകാശ്, DCC ജനറൽ സെക്രട്ടറിമാരായ ഡോക്ടർ അർസലാം നിസാം, കെ. ചാത്തൻ, ദളിത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് M. നാരായണസ്വാമി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M. ദിലീപ്, ഇല്യാസ് പടിഞ്ഞാറേക്കളം, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീനാഥ് വെട്ടത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ ചുവട്ടുപാടം, സി. പ്രേം നവാസ് എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.